ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു സെയിൽ പോസ്റ്റ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കിടിലം സെയിൽ പോസ്റ്റ് വീഡിയോ തന്നെയാണ്. കൂടുതലും പ്രാവ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വാങ്ങാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതാത് കോഡ് നമ്പർ മാച്ച് ചെയ്ത് വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ബ്രീഡറെ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിലായിരിക്കും ട്രേഡേഴ്സിൻ്റെ നമ്പറും ഡീറ്റെയിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ നേരിട്ട് വീക്കെൻഡ് മാത്രം എടുക്കുക. ട്രാൻസ്പോർട്ട് ചെയ്ത് വാങ്ങുകയാണെങ്കിൽ സ്വന്തം റിസ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ നേരെ ഒരു ചെറിയൊരു പെറ്റ്സിൻ്റെ സെയിൽ പോസ്റ്റ് വീഡിയോയിലോട്ട് ഇടക്കാം. ആദ്യം വേണ്ടി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു മെയിൽ ഹോമറാണ് കാണാനായിട്ട് സാധിക്കുന്നത്. റേറ്റ് ചോദിച്ചിരിക്കുന്നത് 800 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ്. കോഡ് നമ്പർ 1 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 800 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 500 രൂപയ്ക്ക് വന്നിട്ടുള്ള ഹോമറാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു മെയിൽ ബേർഡ് തന്നെയാണ് 500 രൂപയ്ക്ക് സെയിലിന് വന്നിട്ടുള്ളത്. തൃശ്ശൂരാണ് ലൊക്കേഷൻ വരുന്നതും കോഡ് നമ്പർ 1 ആണ്. അടുത്തിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു മെയിൽ ബേർഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതൊരു ചിക്സ് ആണ്. 950 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷനും തൃശ്ശൂരാണ്. കോഡ് നമ്പർ 1. ഈ പ്രാവുകളെല്ലാം കൂടെ ഒരുമിച്ച് എടുക്കണമെങ്കിൽ ചെറിയ രീതിയിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. 950 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബംഗാളി ഫിഞ്ചസ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. 4 പീസാണ് കൊടുക്കാനായിട്ടുള്ളത്. 4 പീസും കൂടെ ആയിട്ട് 700 രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്ന കോട്ടയം ചങ്ങനാശ്ശേരിയാണ്. കോഡ് നമ്പർ 2 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. റേറ്റ് ചോദിച്ചിരിക്കുന്നത് 700 രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെയൊക്കെ. അടുത്തിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് പ്രാവുകളാണ് വന്നിട്ടുള്ളത്. സാറ്റി വരുന്നുണ്ട്, ഹിപ്പി വരുന്നുണ്ട്, ബർപ്പൻസ് ഒക്കെ വരുന്നുണ്ട്. പീസ് റേറ്റയുടെ റേറ്റ് വരുന്നത് 300 രൂപയാണ് ഏതെടുത്താലും റേറ്റ് വരുന്നത്. ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴയാണ്. കോഡ് നമ്പർ 3 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. റേറ്റ് 300 രൂപയാണ് പീസ് റേറ്റ്. അടുത്തിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റയുടെ അവർ ചോദിച്ചിരിക്കുന്നത് 22,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ലൊക്കേഷൻ വരുന്നത് കൊല്ലം കരുനാഗപ്പള്ളിയാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 4 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് 22,000 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന കുറച്ചധികം പ്രാവുകളാണ് വന്നിട്ടുള്ളത്. ടോട്ടൽ 5 പീസാണ് ഇതിൽ സെയിലിന് വന്നിട്ടുള്ളത്. നമുക്ക് ഈ 5 പീസും കൂടെ ഒരുമിച്ച് എടുക്കുന്നവർക്ക് 1000 രൂപയ്ക്ക് അവർ തരുന്നതായിരിക്കും. ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്താണ്. കോഡ് നമ്പർ 5 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. റേറ്റ് 5 പീസും കൂടെ ആയിട്ട് 1000 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതെല്ലാം കൂടെ ആയിട്ട് 900 രൂപയ്ക്ക് വന്നിട്ടുള്ള പ്രാവുകളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. എല്ലാം കൂടെ ഒരുമിച്ചെടുക്കുന്നവർക്ക് 900 രൂപയ്ക്ക് അവർ തരുന്നതായിരിക്കും. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്താണ്. കോഡ് നമ്പർ 5 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 900 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പൊമേറിയൻ പപ്പീസാണ് കാണാനായിട്ട് സാധിക്കുന്നത്. മെയിലും ഫീമെയിൽസും അവൈലബിൾ ആണ്. 2 മെയിലും 1 ഫീമെയിലുമാണ് കൊടുക്കാനായിട്ടുള്ളത്. 3000 രൂപയാണ് റേറ്റ് വരുന്നത് പീസ് റേറ്റിന്. ഇതിൻ്റെ ലൊക്കേഷൻ തിരുവനന്തപുരത്താണ്. കോഡ് നമ്പർ 6 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 2 മെയിലും 1 ഫീമെയിലുമാണ് കൊടുക്കാനായിട്ടുള്ളത്. 3000 രൂപയാണ് പീസ് റേറ്റ്.
അടുത്തിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നാടൻ പ്രാവാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പീസ് റേറ്റഡ് റേറ്റ് വരുന്നത് 250 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ്. കോഡ് നമ്പർ 7 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 250 രൂപയാണ് പീസ് റേറ്റഡ് റേറ്റ് വരുന്നത്. ബ്രീഡേഴ്സിൻ്റെ നമ്പരെല്ലാം ഡിസ്ക്രിപ്ഷനിലായിരിക്കും ആഡ് ചെയ്യുക. അടുത്തിട്ട് നോക്കാനായിട്ട് പോകുന്നത് ജർമ്മൻ ഷെപ്പേർഡ് പപ്പീസാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 28 ദിവസം ഏജ് ആയിട്ടുള്ളതാണ്. മെയിലും ഫീമെയിൽസും അവൈലബിൾ ആണ് കേട്ടോ. മെയിലിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് 10,000 രൂപയും അതോടൊപ്പം ഫീമെയിൽസിൻ്റെ റേറ്റ് വരുന്നത് 9,000 രൂപയും റേറ്റ് വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ്. കോഡ് നമ്പർ 8 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മെയിലിന് 10,000 രൂപയും ഫീമെയിലിന് 9,000 രൂപയാണ് റേറ്റ്. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ചധികം പ്രാവുകളാണ് വന്നിട്ടുള്ളത്. ടോട്ടൽ 4 പീസ് പ്രാവാണ് കൊടുക്കാനായിട്ടുള്ളത്. 4 പീസും കൂടെ ആയിട്ട് റേറ്റ് വരുന്നത് 1000 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ്. കോഡ് നമ്പർ 9 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 4 പീസ് അവൈലബിൾ ആണ്. 1000 രൂപയാണ് റേറ്റ്. ഈ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു പിറ്റ്സിൻ്റെ സെയിൽ പോസ്റ്റ് വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് നല്ല നല്ല കിടലം വീഡിയോസ് വരുന്നത്. കുറേ വീഡിയോ റിജക്റ്റ് ചെയ്ത് കളയുന്നത്. നിങ്ങൾ വീഡിയോ വയ്ക്കുമ്പോൾ ലാൻഡ്സ്കേപ്പിൽ എടുത്ത് അയക്കുക. അതോടൊപ്പം പോർട്രേറ്റ് നമുക്ക് നല്ലതായിട്ട് വീഡിയോ ഇടാനായിട്ട് പറ്റത്തില്ല. ഷോർട്സ് ആണെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു അത് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ലാൻഡ്സ്കേപ്പിൽ എടുത്ത് അയക്കുക. അതോടൊപ്പം സ്വന്തം ബേഡ്സ് ആയിരിക്കണം. അതോടൊപ്പം ഫ്രഷ് വീഡിയോ വേറെ യൂട്യൂബിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ ഫേസ്ബുക്ക് പേജിലോ ആർക്കും അയച്ചു കൊടുക്കാത്ത ഫ്രഷ് വീഡിയോ എടുത്ത് അയക്കുക. കാരണം നമുക്കത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാകും നമ്മൾ വീണ്ടും റീപോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. അതുകൊണ്ട് മാത്രമാണ്. അതോടൊപ്പം തന്നെ ഫുൾ ഡീറ്റെയിൽസോടെ തന്നെ ടൈപ്പ് ചെയ്ത് അയക്കുക. ഞാൻ എൻ്റെ വാട്സപ്പിൽ ഞാൻ ഡിസ്പെയറിംഗ് മെസ്സേജ് 7 ദിവസത്തേക്ക് ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലവർ അതിന് 24 മണിക്കൂർ ആക്കാറുണ്ട്, ഓഫ് ചെയ്യാറുമുണ്ട്. നിങ്ങൾ 24 മണിക്കൂർ ആക്കലിൽ അതോടൊപ്പം തന്നെ ഓഫും ചെയ്യലിൽ. കാരണം ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ട് മൊബൈൽ ഫുള്ള് ഹാങ് ആകും. അതുകൊണ്ട് ഞാൻ 7 ദിവസത്തിൻ്റെ അകത്ത് വെച്ചിട്ട് സെയിൽ പോസ്റ്റ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈമർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 7 ദിവസത്തിൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെ വീഡിയോസ് വരും. അതോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ചാറ്റും വീഡിയോസും എല്ലാം ഡിലീറ്റ് ആവുകയും ചെയ്യും. അങ്ങനെ നമുക്ക് സ്പേസ് ലാഭിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് ഓണാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് അത് ഓഫ് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ 24 മണിക്കൂർ ആക്കാറുണ്ട്. 24 മണിക്കൂർ ആക്കിയാൽ നമുക്ക് പെട്ടെന്ന് ചില ദിവസം നമുക്ക് ലാഗ് വന്നാലും അത് പിറ്റേ ദിവസം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ വീഡിയോ കാണില്ല. അത് ചിലവർക്ക് പിടിയിട്ടുണ്ടാവും. എന്തായാലും സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു കിടിലം വീഡിയോ വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.